ബിഗ് ബോസ് താരങ്ങളായ സജന ഫിറോസ്, ദിയാസന ഇവരുടെ യൂണിവേഴ്സാണ് ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ദിയാസന പറയുന്നു, അതായത് സജന ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കള്ളത്തരമാണെന്ന് പറയുന്ന രീതിയിൽ ഒരു വീഡിയോ പുള്ളിക്കാരി ഇറക്കിയിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് സജന പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലിൽ ആരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും പറയില്ല. പക്ഷേ ഈ ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്ത് ആരാന്നറിയോ? സജന ഫിറോസ് തന്നെയാണ്. ദിയാസനയാണ് ഇത് ലീക്ക് ആക്കിയെന്നാണ് സജന പറയുന്നത്. സജനയുടെ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും ദിയാസന മറ്റേ ഭയങ്കര ഹാക്കിംഗ് ഇതിൽ പഠിച്ചിരിക്കുന്നതെന്ന് തോന്നും. അതേപോലത്തെ ഇങ്ങനെ ഫോണിൽ നിന്ന് ഇതൊക്കെ ലീക്ക് ചെയ്ത് വിടാനായിട്ട് സജന ഫിറോസ് തന്നെ ഈ സാധനം അങ്ങോട്ട് ലീക്ക് ചെയ്തതിനു ശേഷം സജന ഫിറോസ് ദിയയുടെ തലയിലോട്ട് ഇതങ്ങ് ഇട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിജീവിത എന്നൊന്നും പറയുന്നില്ല. ആ ഓഡിയോ ക്ലിപ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പിൽ പുള്ളിക്കാരിയുടെ പേര് എടുത്തു പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി എടുത്ത് പേര് പറഞ്ഞ നടന്ന ഇൻസിഡൻറ്റ് ഒന്നും ഒരു മറവും ഇല്ലാണ്ടാണ് പബ്ലിഷ് ചെയ്തത് പുള്ളിക്കാരി. പക്ഷെ നമ്മൾ ഇതേപോലെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അത് ആ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പുള്ളിക്കാരി അത് പുള്ളിക്കാരുടെ ആവശ്യത്തിന് വേണ്ടി കംപ്ലീറ്റ്ലി ആ റോ ആയിട്ടാണ് കൊടുത്തത്. ഷഫീന ബീവിക്കോ അവർക്കെങ്ങാണ്ടാകും എന്തോന്ന് കൊടുത്തത്. അവരുടെ ചാനലിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയത്. എന്തായാലും ഇതിൻ്റെ പുറകിൽ എന്തായാലും സജന ഫിറോസ് ആണ്. എന്തായാലും ദിയ പറയുന്ന ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ ദിയാസന പറയുന്നൊരു കാര്യമുണ്ട്. സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ. അത് ശരി. ആ സാധനം ഇപ്പോൾ എവിടെയും 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടോ? ഇപ്പം നാട്ടിലുള്ള എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ആ ഓഡിയോ ക്ലിപ്പിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീഷണി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. എന്നിട്ട് അത് ബേസിക്കലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ മോളെ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും സജന താത്തയ്ക്ക് അത് എക്സ്പോസ് ചെയ്യേണ്ടി വരും എന്ന് പറയും. അതായത് നീ എന്നോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ഫോണിൽ കൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പേര് സഹിതം പറയും എന്ന രീതിയിലാണ് ആ ഫോൺ കോളുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് പറഞ്ഞു പോകും. എന്താ ദിയാസനയുടെ ഒരു വീഡിയോ ഉണ്ട്, അതും ഒന്ന് കണ്ടേക്കാം. ബീവിക്ക് ആ മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഒരു ഓഡിയോ ഇട്ട് കൊടുത്തു. ആ ഓഡിയോ ഒരു എളുപ്പമില്ലാതെ ആ നാറി പബ്ലിഷ് ചെയ്തു. ഷഫീന ബീവി ഒന്ന് ആലോചിക്കണം, മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ പേര് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പബ്ലിഷ് ചെയ്തു. BNS ആക്ട് പ്രകാരം വലിയ ശിക്ഷയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി നമ്മളടുത്ത് വന്ന ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാക്കണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാരണം ഇങ്ങനെ ഒരു കേസ് നമുക്ക് റിപ്പോർട്ട് ആയിട്ടുള്ളത് അത് ചെയ്തിട്ടില്ല. അവള് ഫിറോസ് ഖാനെ കൊടുക്കാനുള്ള ആയുധമായിട്ട് ആ കുട്ടിയെ വെക്കുന്നു. ആ വോയിസിനകത്ത് തന്നെ അറിയാം ഇവൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ട് മോള് പറ ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വിടേ, ചേച്ചി തകർത്ത് കളയും. അതായത് ചേച്ചി ചെയ്യുന്നത് ഇപ്പോഴും ഇവള് പല ആളുകളെയും വിളിച്ചിട്ട് എനിക്ക് അത് ചെയ്തത് ഇവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പേരുകൾ പറയാത്തതെന്നറിയാവോ? അവരൊക്കെ അടുത്ത് നാളെ പീഡിപ്പിച്ച് അവരെന്നെ കയറി പിടിച്ച് എന്നെ ഇത് ചെയ്ത് അങ്ങനെ പറയാൻ പഠിക്കാത്തൊരു അറിയാണ് ഇവൾ. ഇതിൻ്റെ അകത്ത് ദിയാസന പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു കേസിൽ ദിയാസന പറയുന്നതിലാണ് ഒരു 99% കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നതാണ് സത്യാവസ്ഥ. സജിന പറയുന്ന പകുതി മുക്കാലും കാര്യങ്ങൾ ജസ്റ്റ് കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആണ്. അതായത് ഒരു ജെന്യൂനിറ്റി ഇല്ല സജിന കുറേ പറയുന്നുണ്ട്. ഞാൻ തെളിവുകൾ പ്രൂഫ് കൊണ്ടുവരുന്നുണ്ട്, ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. അതിന് തെളിവ് എവിടെ? സജിന തെളിവൊന്നും കാണിക്കുക. തെളിവ് ചോദിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടത്തില്ല. ഇത് ഈ ഓഡിയോ ക്ലിപ്പ് ആരാ പുറത്തിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദിയാസന ഷെഫീന ബീവിക്ക് കൊടുത്തെന്നാണ് പറഞ്ഞത്. ഈ ഷെഫീന ബീവിയും ദിയാസനയും തൊട്ട് കീരിയും പാമ്പും പണ്ട് തൊട്ടേ ഇവർ തമ്മിൽ നല്ലൊരു വഴക്കും ഇതും ഉള്ളതാണ്. അങ്ങനെയുള്ള ദിയാസന ഷെഫീന ബീവിക്ക് ഇത് അയച്ചു കൊടുക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലുള്ള ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സജന ഫിറോസ് തന്നെ അങ്ങോട്ട് അയച്ചു കൊടുത്തു, പുള്ളിക്കാരി തന്നെ അയച്ചു കൊടുത്തു. ആ ഓഡിയോ ക്ലിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മോളെ താത്തയോട് പറഞ്ഞു, ഇല്ലെങ്കിൽ
ഇത് നിൻ്റെ മോളുടെ ഫോട്ടോ ഉൾപ്പെടെ അല്ലെങ്കിൽ മോളുടെ പേര് ഉൾപ്പെടെ ഞാൻ പുറത്തു വിടുമെന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസാണ്. റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡുകൾ അയക്കാറുണ്ട്. ഇന്ന് തന്നെ സജനാനൂറിന്റെ സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിലെ ഒരു സംഭവമാണ് ഞാൻ എടുത്തു. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവൾ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലും വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സാപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജനയുടെ രണ്ടാമത്തെ നമ്പർ. ഞാൻ കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ്, കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നത്. അതായത് സജനയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജനയുടെ വാട്സാപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പൊ വാട്സാപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സാപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സാപ്പിൽ മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇവിടെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എന്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫോൺ. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എന്റെ ഫോണിൽ. അതിന്റെ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സാപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവുക എന്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്തിരുന്നത്. അപ്പൊ തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയുന്നത് ഇനി അത് അവള് അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് റസൽ പൂക്കുറ്റിയുടെ അവിഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എന്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്. അതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അതും കൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്, അത് എനിക്ക് വന്നതാണ് ഈ കോള്, ഞാൻ തിരിച്ച് വിളിച്ചത് എന്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ, അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കണം. തേങ്ങര അരി നീ ജന്മത്ത് നീ മുക്കിളിയിൽ തൂറൂല മോളെ, പുറകെ നടന്ന് തുരത്തി വരും ഞാൻ. അങ്ങനെ ജന്മത്തെ നീ മൂട്ടിൽ ഒതുങ്ങിയിരിക്കൂല. നിന്റെ റസൂൽ പൂക്കുട്ടിയും നീയും ചില്ലറ ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്, അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ശരിക്കും പറഞ്ഞു ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫിറോസ് ഖാൻ പണ്ടൊരു ഇൻ്റർവ്യൂ ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു. സജനയ്ക്ക് ഒരു ഇതേപോലെ അഫെയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി സജനയുടെ ഇങ്ങനെ അഫെയറാണ്, അവർക്ക് ഇതേപോലത്തെ അവിഹിതമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും റസൂൽ പൂക്കുറ്റിയായിട്ട് അവിഹിതം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്ത് എല്ലാവരും ഫിറോസ് ഖാനെ അങ്ങോട്ട് കളിയാക്കുക, അല്ലെ ഈ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ അങ്ങോട്ട് ഏറി കയറ്റിയായിരുന്നു. അതായത് ഈ പുള്ളിക്കാരൻ പറയുന്ന മൊത്തം പുള്ളിക്കാരൻ ഭയങ്കര ടോക്സിക്കാണ്, ആ രീതിയിലാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു സ്റ്റോറി വന്നു. ആ സ്റ്റോറി പിന്നെ അത് ഹാക്ക് ചെയ്തെടുത്താന്ന രീതിയിൽ സജന അങ്ങനെ പറയുന്നു. പിന്നെ ഫിറോസ് ഖാൻ വീണ്ടും വിത്ത് പ്രൂഫോടുകൂടി എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നികത്തുന്നു. ഇത് സമയത്ത് ഫിറോസിൻ്റെ ഇമേജ് ബ്ലോക്ക് ചെയ്യാനായിട്ട് വേറെ ഒരു 17 വയസ്സുകാരി അണ്ടർ ഏജ് ആയിട്ടുള്ള ആളെ വിളിച്ചുകൊണ്ട് വരുന്നു. ഇതേപോലെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അത് പീഡിപ്പിച്ചതാണോ അല്ലെന്ന് ഇത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിൻ്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ പറയുന്നു. പക്ഷേ ഇവരെന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ലെന്ന് എനിക്കറിയാൻ പാടില്ലാത്ത. ഇതേപോലത്തെ ഇതേപോലത്തെ ഇതുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ഇതേപോലെ കാര്യങ്ങളുണ്ടെങ്കിൽ? അതെനിക്ക് മനസ്സിലാവാത്ത. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫോമേഷന് ഞാൻ ഫയൽ ചെയ്തു. അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. ഇപ്പൊ അത് പാസ്സായിട്ടുണ്ട്. അവസാനം അവൾക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അവൾ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയുന്ന അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാറിപ്പോയി. അതായത് അവൾ ആരോപിച്ച എനിക്ക് നല്ല പ്രൈവസിയൊക്കെ ഉള്ള ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു വീടുണ്ടായിരുന്നു. ഇത് എന്തെന്ന് ശാസ്ത്രമംഗലത്ത് ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി ഗൈസ്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി. വലിയ പ്രൂഫായിരുന്നല്ലോ അത് ദിയാസനയ്ക്കെതിരെയുള്ള. ആ പ്രൂഫിനെ കളഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ഗൈസ്. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കണം. അവിടുന്ന് പോയി. ഇതുവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവളുടെ ഭാഗത്ത് നിന്ന് വിളിപ്പിച്ചു. ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെയ്ക്കും ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആയിട്ട് വിളിപ്പിച്ചിട്ട് അവൾ വന്നിട്ടില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഈ പുള്ളിക്കാരി പറയുന്ന കാര്യമാണ്. അതായത് റസൂൽ പൂക്കുറ്റിക്ക് ഇതിനൊരു നല്ലൊരു മറുപടിയായിട്ട് ഒന്നും വരികയായിരുന്നെങ്കിൽ, രംഗത്ത് വരികയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയേനെ. അതായത് ഈ ഒരു കാര്യത്തിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയത്. ഇതിപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈഫും കുളമാവുന്നു, ബാക്കിയുള്ളവരുടെ ലൈഫും കൂടെ കുളമാവുന്ന രീതിയിലായി. എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എല്ലാം കൂടെ സംഭവം എന്താണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സജനയുടെ ഈ സാധനമൊക്കെ പാളി. അപ്പോൾ എന്തായാലും പണി പാളി. അന്ന് ഇതെല്ലാം കൂടെ ദിയാസനയുടെ തലയിലോട്ടങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. അങ്ങോട്ട് ദിയാസനയുടെ തലയിലോട്ടങ്ങ് ഇട്ട് കൊടുത്തു. പുള്ളിക്കാരി അത് ഇതും കൊണ്ട് പൊക്കിക്കൊണ്ട് വരില്ലെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരുടെ കയ്യിൽ ഫുൾ തെളിവുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ പൊളിച്ചടുക്കിക്കൊണ്ട് സജന ഫിറോസിന് ഓരോരോ വീഡിയോസായിട്ട് വന്നുള്ളൂ. സജന ഒരു വീഡിയോ ഇടും, പുള്ളിക്കാരി വേറെ വീഡിയോ ഇടും. ഈ ഒരു സീരീസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.